Hello, welcome back to Learnino. Keem 2025 ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സ്കോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളെ കാൻഡിഡേറ്റ് പോർട്ടലിൽ റിസൾട്ട് എന്നുള്ള മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കോർ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെന്റ് ഡേയ്സിൽ നടന്നിട്ടുള്ള എക്സാംസിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു കറക്ഷൻ ഫാക്ടർക്ക് വെച്ചുകൊണ്ടുള്ള ഒരു സ്കോറാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ സ്കോർ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മുടെ +2 മാർക്കും കൂടെ ചേർന്നുകൊണ്ടായിരിക്കും നമുക്ക് ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാ ബോർഡുകളുടെയും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് എൻ്റർ ചെയ്ത് അതിനുശേഷമായിരിക്കും റാങ്ക് വരുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ഓപ്ഷൻ നമ്മൾ അതിന്റെ ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോസ് ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഈ വർഷവും നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ഏതൊക്കെ റാങ്ക് വന്നാൽ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സ് കിട്ടും എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അപ്പൊ ഇനിയും നമ്മൾ സ്കോർ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഇനി റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.